യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ടി അച്യുതമേനോൻ അദ്ദേഹമാണ്. എല്ലാവരും എത്തിച്ചേർന്നു എന്ന് കരുതുന്നു. ഇന്ന് പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ ഒരുക്കുന്ന വാദ്യോപാസന എന്ന പരിപാടിയുടെ 2ാം ദിവസമാണ്. ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അധ്യക്ഷനായ ശ്രീ ടി അച്യുതമേനോൻ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുന്നു. ഉദ്ഘാടനത്തിനെത്തിയത് നമ്മുടെ ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ MLA ശ്രീ VR സുനിൽകുമാർ അദ്ദേഹമാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. മുഖ്യ അതിഥി ശ്രീ PV വിനോദ്, അദ്ദേഹം അന്നമനട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥി ശ്രീ PN സമ്പത് കുമാർ, അദ്ദേഹം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ AGM ആണ്. അദ്ദേഹത്തെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശ്രീ പാലേലി മോഹനൻ, അദ്ദേഹം കുഴൂർ അനുസ്മരണം അദ്ദേഹത്തിന് വകയാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾക്കായി ശ്രീ MU കൃഷ്ണകുമാർ അദ്ദേഹമാണ്. അദ്ദേഹം അന്നമനട ഗ്രാമപഞ്ചായത്ത് വാർഡ് മെമ്പറാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ NUPS കൺവീനറായ ശ്രീ ദിനേശ് കുമാർ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. NUPS ഹെഡ് മിസ്ട്രസ്സായ ശ്രീമതി ജാൻസി, അവരെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. NUPS PTA പ്രസിഡന്റ് ശ്രീ ബൈജു അദ്ദേഹത്തെയും നമുക്ക് വേണ്ടി ഇത്രയും നേരം പഞ്ചവാദ്യത്തെക്കുറിച്ച് അറിവുകൾ നൽകിയ ശ്രീ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അദ്ദേഹത്തെയും ഞാൻ ക്ഷണിക്കുന്നു. ഡെപ്യൂട്ടി മാനേജറായ ശശീന്ദ്രദാസ് അദ്ദേഹവും വന്നെത്തിയിട്ടുണ്ട്. അദ്ദേഹം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഒന്നടങ്കം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ശ്രീ ടി അച്യുതമേനോൻ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും സന്നിധരായിട്ടുള്ളവർക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടി കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ ആഭിമുഖ്യത്തിൽ 7 ദിവസം തുടങ്ങുന്ന, അതായത് കഴിഞ്ഞ ഞായറാഴ്ച 2-ാം തീയതി ആദ്യത്തെ പരിപാടി അവിടെ അങ്കമാലിയിൽ വെച്ചാണ് നടത്തിയത്. ആ പരിപാടി കഴിഞ്ഞ് ഇന്ന് 2ാമത്തെ പരിപാടിയാണ് ഇന്നിവിടെ നടത്തുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായത്തോടുകൂടി വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ട സാഹചര്യങ്ങൾ ഒരുക്കുന്നതിനും അതിനു വേണ്ട വാദ്യോപകരണങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും വേണ്ട സാമ്പത്തിക സഹായം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിപാടികൾ അനുസരിച്ച് ഈ അതിന് പ്രധാനമായി പങ്കുവഹിച്ച കേരളത്തിലെ കൊച്ചിയിൽ നിലവിലുള്ള ഷിപ്പ്യാർഡിൻ്റെ ആഭിമുഖ്യത്തിലാണ് അവരുടെ ഈ പരിപാടികൾ നടക്കുന്നത്. അതിൻ്റെ പ്രധാന പങ്കാളികളാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് ഈ യോഗത്തിൽ സന്നിഹിതരായിട്ടുള്ളതും ഉദ്ഘാടനം ചെയ്യാൻ നമ്മളെ ഏറ്റവും പ്രിയങ്കരനായ സുനിൽകുമാർ അവர்களാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ഇവിടെയുള്ള എത്തിയിട്ടുള്ള എല്ലാവർക്കും വളരെയേറെ സ്വാഗതാർഹമാണ്. ഈ പരിപാടിയിൽ ഒരുപക്ഷെ ഇതിൻ്റെ പരിപാടികൾ മുൻകാലങ്ങളിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാര്യങ്ങൾ ഏകദേശം ഈ പരിപാടി കഴിഞ്ഞ 5-6 വർഷമായിട്ട് നമ്മൾ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികളിൽ ആദ്യമായി വിദ്യാർത്ഥികൾക്ക് പഞ്ചവാദ്യം എന്ന് മാത്രമല്ല ഉള്ള ആ വാദ്യം പഠിപ്പിക്കുന്നതിന് വിവിധ വിദ്യാലയങ്ങളിൽ തയ്യാറായിട്ടുള്ള ആ വിദ്യാർത്ഥികൾക്ക് ഇതിനു വേണ്ട അവസരം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി പ്രോത്സാഹനം നടത്തുകയാണ് നാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പല ദിക്കിലും
പഞ്ചവാദ്യം പൊതുവേദിയിൽ അവതരിപ്പിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ അവസരം നടത്തുന്നതിന് വേണ്ട പ്രോത്സാഹനവും അതിന് വേണ്ട പരിശീലനം നൽകിയ വ്യക്തികൾ നമ്മുടെ കൂടെയുണ്ട്. ആ പരിശീലനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടികൾ നമ്മൾ നടത്തുന്നത്. പിന്നെ ഈ പരിപാടികൾക്കോടൊപ്പം തന്നെ ഉഴൂർ നാരായണമാരാരുടെ സ്മരണയ്ക്ക് വേണ്ടി കേരള സംസ്ഥാനത്ത് പഞ്ചവാദ്യത്തിലെ വിവിധ വാദ്യങ്ങളിൽ പങ്കെടുക്കുന്ന വ്യക്തികൾക്ക് ഒരു പ്രോത്സാഹന ഒരു സമ്മാനം നൽകണമെന്നും നാം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി കേരള ഗവൺമെൻറ് പല്ലാവൂർ പുരസ്കാരം എന്ന് പറഞ്ഞൊരു പുരസ്കാരം 1,00,000 രൂപ നൽകുന്ന ഒരു സമ്മാനമാണ് അവർ കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഉഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ പേരിൽ ഒരു 6ാമത്തെ വർഷമാണ് ഈ ഇത് ആദ്യമായി ഈ പുരസ്കാരം എന്ന്. ആ പുരസ്കാരത്തിന് നാം ഉദ്ദേശിച്ച പഞ്ചവാദ്യത്തിലെ വിവിധ വാദ്യങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും കൊടുക്കുന്ന, ഏതെങ്കിലും ഒരു വ്യക്തിക്കല്ല, അങ്ങനെയുള്ള അവർക്ക് 55,555 രൂപയുടെ സമ്മാനമാണ് നാം നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിൽ ഇന്ന് നിലവിലുള്ളതിൽ വെച്ച് സംസ്ഥാന സർക്കാർ നൽകുന്ന സമ്മാനത്തിനേക്കാൾ കഴിഞ്ഞാൽ പിന്നെ 2ാമത്തെ സമ്മാനം ഉഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ നൽകിക്കൊണ്ടിരിക്കുന്നതാണ്. ആദ്യത്തെ ഘട്ടത്തിൽ ഒരു ഇതിൽ നിന്ന് എല്ലാവരും ആ പരിപാടിയിൽ പങ്കെടുത്തു. 2ാമത്തെ ഇതിലാണ് പരിപാടികൾക്ക് തുടങ്ങി. അതിൽ നമ്മൾ തിമ്മലയിൽ ആദ്യത്തെ പുരസ്കാരം, 2ാമത്തതിൽ ആദ്യത്തെ പുരസ്കാരം അന്നമനയുടെ പരമേശ്വരമാരാർക്കാണ് നൽകിയത്. 2ാമത്തെ ടേമിൽ വന്നപ്പോൾ ചോറ്റാനിക്കര മാരാർക്കാണ് നാം കൊടുത്തത്. അതിനുശേഷം ഇപ്പോഴത്തെ കഴിഞ്ഞ വർഷം നാം കൊടുത്താൻ തീരുമാനിച്ചത് പല്ലാവ് ചെമ്പഴശ്ശേരി ശിവനാണ് ഈ അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ അവാർഡ് കഴിഞ്ഞ വർഷം നാം പ്രഖ്യാപിച്ചെങ്കിലും കഴിഞ്ഞ വർഷം നമ്മുടെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൊണ്ട് പരിപാടികൾ നടത്താനോ അവാർഡ് കൊടുക്കാനോ നമുക്ക് കഴിഞ്ഞില്ല. ആ അവാർഡ് ഈ പരിപാടിയുടെ 7ാം ദിവസത്തെ ചടങ്ങിൽ കൊടുക്കുന്ന പരിപാടിയിൽ വെച്ച് ആ അവാർഡ് നമ്മൾ നൽകുന്നതായിരിക്കും. ആ അവാർഡ് നൽകുന്നത് കേരള സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും അന്നവിടെ വരിക. അങ്ങനെ വിവിധ എല്ലാ തരത്തിലുമുള്ള സഹകരണം എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന് പഠിക്കാണ്ട് വന്നിട്ടുള്ളവർക്ക് പ്രോത്സാഹനം പരമാവധി നൽകുന്നതിനുള്ള പ്രോത്സാഹന പരിപാടികൾ നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടികൾക്ക് ഭാവിയിലും തുടർന്ന പരിപാടികൾ കൂടുതൽ കാര്യത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിൽ ഉണ്ടാവണമെന്നും വേണ്ടവിധ പ്രോത്സാഹനം ഉണ്ടാവണമെന്നും അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ കൂടുതൽ സമയം നീക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അടുത്ത നമ്മുടെ ഈ യോഗത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ്. ആ ഉദ്ഘാടനം നടത്തുന്നതിന് നമ്മുടെ അഭ്യർത്ഥന മാനിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായ കൊടുങ്ങല്ലൂർ MLA സാദരം ഞാൻ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ സുനിൽകുമാർ അദ്ദേഹത്തെ ഉദ്ഘാടനത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ 2 വാക്ക് സംസാരിക്കാനായി ശ്രീ സുനിൽകുമാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ ടി അച്യുതമേനോൻ,
വേദിയിലെ സ്വാഗതം ആശംസിച്ച ശ്രീ എന്നമനട മുരളീധരമാരാർ, മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ PV വിനോദ്, ശ്രീ PN സമ്പത് കുമാർ, ശ്രീ കൃഷ്ണകുമാർ, ശ്രീ പാലേലി മോഹനൻ ഉൾപ്പെടെ ഈ വേദിയിൽ ദിനേശൻ ഉൾപ്പെടെ ശ്രീമതി ജാൻസി, ശ്രീ ബൈജു ഉൾപ്പെടെയുള്ള ബഹുമാന്യ വ്യക്തികളെ, സദസ്സിലിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, അധ്യാപകരെ, അനധ്യാപകരെ, സ്നേഹം നിറഞ്ഞ എൻ്റെ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മാധ്യമ പ്രവർത്തകരെ, പത്മഭൂഷൺ കൂഴൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ വാദ്യോപാസന 2021 ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് ഞാൻ ഈ വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. 7 കേന്ദ്രങ്ങളിലായിട്ടാണ് ഈ പരിപാടി നടത്തപ്പെടുന്നത്. നമ്മുടെ മേഖലയിൽ ഇവിടെ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേറെ സന്തോഷവും ഞാൻ ഈ അവസരത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ സഹകരണത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾ ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത്. ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പഞ്ചവാദ്യവും ഉൾപ്പെടെയുള്ള വിവിധ കലകളെല്ലാം തന്നെ സംഗീതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ദൗത്യമാണ് ഇവിടെ ഏറ്റെടുത്തിട്ടുള്ളത്. ഒത്തിരി കലാരൂപങ്ങൾക്ക് വേദികളായിട്ടുള്ള സ്ഥലമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തെ ഒരു സാംസ്കാരികമായിട്ട് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് നമുക്ക് സാധിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ തനതായിട്ടുള്ള കലാരൂപങ്ങളായിട്ടുള്ള ഓട്ടംതുള്ളൽ, മുടിയേറ്റ്, കഥകളി ഉൾപ്പെടെ ഒത്തിരി ക്ഷേത്ര കലകളും നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ പലപ്പോഴും അത് പ്രോത്സാഹിപ്പിക്കപ്പെടാത്തത് പോലും, അതോടൊപ്പം തന്നെ പുതിയ കടന്നുകയറ്റങ്ങളൊക്കെ മൂലം, വിദേശ കടന്നുകയറ്റം എന്നൊക്കെ പറയുന്നത് പോലെ ഇത്തരം കലാരൂപങ്ങൾക്ക് മേലെയുള്ള കടന്നുകയറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ എന്തിനേയും സംശീകരിക്കുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിൽ ഇത്തരം നമ്മുടെ തനത് കലാരൂപങ്ങളെയെല്ലാം മനുഷ്യ മനസ്സിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മുടെ തനത് കലാരൂപങ്ങളെ പുനഃപ്രതിഷ്ഠിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം, നമ്മുടെ തനതായിട്ടുള്ള നമ്മുടെ സാംസ്കാരികവും ആ പൈതൃകവും കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും നമുക്കുള്ളതാണ്. അധിനിവേശത്തെ ചെറുക്കുക എന്നുള്ളത് നമ്മുടെ ഒന്നായിട്ട് നമ്മളതിനെ കാണേണ്ടതായിട്ടുണ്ട്. സാംസ്കാരിക പൈതൃകങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇന്ന് കേരളത്തിന് അനിവാര്യമായിട്ടുള്ള ഒന്ന് എന്നുള്ളത്. അതുകൊണ്ട് അത്തരം ആ കലാരൂപങ്ങളെ വീണ്ടും നമുക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പുതിയ തലമുറ ഇതെല്ലാം തന്നെ ഒരുപക്ഷെ അറിയപ്പെടാതെ പോകുന്ന ഒത്തിരി കലകളുണ്ട്. അതിനെല്ലാം നമുക്ക് കാത്തു സൂക്ഷിക്കേണ്ടതുമായിട്ടുണ്ട്. പലതും ഇന്ന് മറന്നു പോകുന്നു എന്നുള്ളത്. ഇന്ന് നമ്മുടെ കുട്ടികൾ വിവിധ രൂപത്തിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആവുന്നതോടുകൂടി തന്നെ മറ്റൊരു ചിന്തകളിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു, മറ്റൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു, തെറ്റായിട്ടുള്ള പ്രവണതകളിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളതാണ്. ആ തെറ്റായ പ്രവണതകളിൽ നിന്ന് കുട്ടികളെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരുപക്ഷെ നമ്മുടെ തനത് കലാരൂപങ്ങൾക്ക് കഴിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
അതൊരു സാംസ്കാരികമായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ കാണാനാണ് ഞാനിതിനെ ആഗ്രഹിക്കുന്നത്. സാംസ്കാരികപരമായിട്ടുള്ള ഇടപെടലായിട്ടാണ് ഞാനിതിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് മേലുള്ള ആധിപത്യത്തിനെതിരായിട്ടുള്ള ഒരു നല്ല സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന്, നമ്മുടെ തനതായിട്ടുള്ള ക്ഷേത്ര കലാരൂപങ്ങളെ നമുക്ക് പ്രതിഷ്ഠിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നും അതിനെല്ലാം നമുക്ക് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നലുകളാണ്, അത് നല്ലതായിട്ടുള്ളൊരു വശങ്ങളാണ് ഇതിനെ കാണേണ്ടതായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിന് ഗുണം ചെയ്യും. ഒറ്റപ്പെടലുകളായിട്ട് നമ്മുടെ ഇന്ന് കോവിഡ് കാലഘട്ടങ്ങളിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ഒന്നാണ്. കുട്ടികൾ മറ്റൊരു തലം തേടി എന്നുള്ളതാണ്. അവർക്കൊരു ഇടം കിട്ടിയത് മൊബൈൽ ഫോണിലാണ് എന്നുള്ളതാണ്. അവരതിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ ഇന്ന് സ്ട്രെസ് അനുഭവിക്കുന്ന കുട്ടികളായിട്ട് മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സ്ട്രെസ്സാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാനസിക നില നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് വേറൊരു തലങ്ങളിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു എന്നുള്ളത്. സമൂഹമാണ് അതിലൂടെ മാറ്റപ്പെടുന്നത് എന്നുള്ളത്. ആ സമൂഹം നല്ലതിനുള്ളൊരു സമൂഹമായിട്ട് നമ്മൾ കാണണ്ട. സ്വാർത്ഥതയും അസൂയയും അഡിക്ഷനുമുള്ള കുട്ടികൾ നാളെ ഈ സമൂഹത്തിന് നല്ലത് വരുത്തും എന്നുള്ള യാതൊരു പ്രതീക്ഷയും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ആ കുട്ടികളെ നമുക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആയിട്ടുള്ള തീർച്ചയായിട്ടും നല്ല ഇടപെടലായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ പ്രവർത്തനങ്ങളെ, സംഘാടകരെ ഞാൻ കാണുന്നത്. അതുതന്നെയായിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കും. ഭാവിയിലേക്ക് നമ്മുടെ സംസ്കാരത്തെ കാത്തു സൂക്ഷിക്കുന്നതിനുള്ള നല്ല പ്രവർത്തനമായിട്ട് ഇതിനെ നമുക്ക് കാണണം. തുടർച്ചയായിട്ട് തന്നെ നമ്മുടെ കുട്ടികളെ ഈ കലാരൂപങ്ങളിൽ, ഏതെല്ലാം കലാരൂപങ്ങളിൽ അവർക്കെല്ലാം തന്നെ കഴിവുണ്ടോ, അഭിരുചിയുണ്ടോ, അതിലേക്കെല്ലാം തന്നെ കടത്തിക്കൊണ്ടുവരുന്നതിന് ഒരു സമൂഹത്തിൻ്റെ കൂട്ടായ്മയാണ് അനിവാര്യമായിട്ട് ഉള്ളത്. ആ കൂട്ടായ്മയിലൂടെ ഇവർക്കെല്ലാം തന്നെ ഇതിൻ്റെ സംഘാടകർക്ക് പ്രചോദനമായി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമായിട്ട് നമ്മൾ ഓരോരുത്തരും കാണേണ്ടത്. ഞാൻ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്കൊന്നും ഞാൻ ആളല്ല, ആധികാരികമായിട്ട് സംസാരിക്കാനും ഞാൻ ആളല്ല. പക്ഷേ ഇന്ന് കാണുന്ന വിപത്തുകൾക്കെതിരായിട്ട് കുട്ടികളെ നേർവഴിക്ക് നടക്കുവാൻ തീർച്ചയായിട്ടും ഇത്തരം പ്രവർത്തനങ്ങൾ സാധ്യമാകും എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അത്തരത്തിലേക്ക് നമ്മുടെ സമൂഹം മാറുന്നു. ലഹരി പദാർത്ഥങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ വഴിമാറുന്നു. അപ്പോൾ അത്തരം പ്രവണതകളിൽ നിന്നല്ല, തെറ്റായിട്ടുള്ള പ്രവണതകളിൽ നിന്ന് സമൂഹത്തിൻ്റെ നല്ല വശമായിട്ടുള്ള കലാരൂപങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുവരുവാൻ നല്ല കുട്ടികൾ, നല്ല കലാകാരന്മാർ നല്ല മനസ്സുള്ളവരായിരിക്കും, നല്ല സ്നേഹമുള്ളവരായിരിക്കും. നല്ല കലാകാരന്മാർ തീർച്ചയായിട്ടും നല്ല മൂല്യമുള്ളവരായിരിക്കും. അങ്ങനെ മൂല്യവും സ്നേഹവും സമ്പത്തായിട്ട് ഉള്ള ഒരു തലമുറയെ നമുക്കിന്ന് അനിവാര്യമായിട്ടുണ്ട്. അതിലേക്ക് നമുക്കവരെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. സ്വാർത്ഥതയും അസൂയയുമുള്ള സമൂഹത്തിൽ നിന്ന് ഒരു മാറ്റമാണ് നമുക്ക് കുട്ടികളിൽ കാണേണ്ടതായിട്ടുള്ളത്. അതിന് ഈ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ തീർച്ചയായിട്ടും ഗുണം ചെയ്യുമെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇതിൻ്റെ സംഘാടകരെ ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. സുനിൽകുമാർ അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കുന്നത് ജനറൽ സെക്രട്ടറി ശ്രീ MNS നായർ അദ്ദേഹമാണ്. അടുത്തതായി നമ്മുടെ മുഖ്യ അതിഥി ശ്രീ PV വിനോദ് അദ്ദേഹത്തെ ഞാൻ ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ T അച്യുതമേനോൻ, ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിച്ച കൊടുങ്ങല്ലൂരിൻ്റെ ജനപ്രിയ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാർ,
സോദാഹരണ പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്ന ഏറ്റവും ബഹുമാന്യനായ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ AGM ശ്രീ PN സമ്പത് കുമാർ, ഈ വാർഡിലെ ജനപ്രിയ മെമ്പർ ശ്രീ MU കൃഷ്ണകുമാർ, NUPS സ്കൂളിൻ്റെ കൺവീനർ ശ്രീ ദിനേഷ് കുമാർ, ഈ സ്കൂളിലെ പ്രധാന അധ്യാപിക ശ്രീമതി ജാൻസി ടീച്ചർ, PTA പ്രസിഡന്റ് ശ്രീ NUPSൻ്റെ PTA പ്രസിഡന്റ് ശ്രീ ബൈജു, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള എൻ്റെ കൊച്ചനുജന്മാരെ, അനുജത്തിമാരെ, നമുക്കറിയാം പഞ്ചവാദ്യ രംഗത്ത് ഉത്സവപ്പറമ്പുകളെ ഏറെ ഹരം കൊള്ളിച്ചിരുന്ന, കുഴൂരിൽ ജനിച്ച് ഈ ചെറ്റാരിക്കൽ അമ്പലത്തിൻ്റെ പ്രദേശത്ത് താമസമാക്കി പത്മവിഭൂഷൺ, ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത ബഹുമതി അടക്കം വാങ്ങിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ഏറ്റവും അഭിമാനകരമായ നേട്ടം കൈവരിച്ച കുഴൂരാശാൻ നമ്മോട് വിട്ടുപറഞ്ഞിട്ട് ഏകദേശം 10 വർഷക്കാലമായി. അദ്ദേഹത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനും വിദ്യാർത്ഥികളിലേക്കും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലേക്കും പഞ്ചവാദ്യത്തിൻ്റെ പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി ആരംഭിച്ച ശ്രീ കുഴൂർ ഫൗണ്ടേഷൻ 2016 ആരംഭം കുറിച്ചത്. ഇതിൻ്റെ ഭാഗമായി നിരവധിയായ പ്രവർത്തനങ്ങൾ ഈ ഫൗണ്ടേഷൻ്റെ ഭാഗമായി നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വാളൂർ NSS സ്കൂളിൽ പെൺകുട്ടികളുടെ ഒരു പഞ്ചവാദ്യ ടീം തന്നെ അരങ്ങേറ്റം കുറിക്കുകയുണ്ടായി. അതിൻ്റെ പഠിപ്പിച്ചത് നമ്മുടെ അന്നമനട പഞ്ചായത്തിൻ്റെ അച്യുതമാരാർ വാദ്യകലാകേന്ദ്രത്തിൻ്റെ പ്രിൻസിപ്പൽ കൂടിയായ 36 വർഷക്കാലം പഞ്ചവാദ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ അന്നമനടയുടെ അഭിമാനമായ ശ്രീ മുരളീധരൻ ആരാരുടെ ശിക്ഷണത്തിലാണ്. ഇപ്പോൾ ദീപു മാഷ് ഇപ്പോൾ പുറകിലിരിക്കുന്നുണ്ട്, കണ്ടു. മാഷുടെയൊക്കെ നേതൃത്വത്തിൽ ആ സ്കൂളിലൊക്കെ തന്നെ പാഠ്യവിഷയങ്ങളോടൊപ്പം തന്നെ പാഠ്യേതര വിഷയങ്ങളിലും വളരെ നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ ഈ സ്കൂളും. NUPS സ്കൂളിൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളായി മുന്നോട്ട് വരുമ്പോൾ കൊച്ചി കപ്പൽ നിർമ്മാണശാലയുടെ CSR ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, CSR ഫണ്ട് ഇതിന് ഉപയോഗിക്കാമെന്ന് ഒരു അറിവ് കിട്ടിയത് ഇപ്പോഴാട്ടോ. സാധാരണ മറ്റ് എന്തെങ്കിലും അംഗനവാടികൾ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾക്കാണ് കൂടുതൽ ഉപയോഗിക്കാറ്. അപ്പം ഞങ്ങൾക്കൊരു പ്രതീക്ഷയുണ്ട്, അന്നമരടയ്ക്ക് ഒരു പ്രതീക്ഷ കൂടിയുണ്ട്. അന്നമരടയിൽ ഇതുപോലെ തന്നെ അച്യുതമാരാർ വാദ്യകലാകേന്ദ്രം 2000 ആരംഭിച്ചതാണ്. ഏകദേശം ഇപ്പം മുരളീധരൻ ആരാരും ഇവിടെ ഇരിക്കുന്നുണ്ട്, അതിൻ്റെ പ്രിൻസിപ്പാൾ. ഏകദേശം ഒരു 10-12ഓളം ബാച്ചുകൾ നമുക്ക് പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം അന്നമരട എന്ന് പറയുന്നത് ഒരു കലയുടെ നാട്, സംസ്കാരത്തിൻ്റെ നാട്. എല്ലാ കലകളും, വാദ്യകലകളായ പഞ്ചവാദ്യവും ചെണ്ടയും അതോടൊപ്പം തന്നെ നാടൻ കലകളും സംഗീതവും നൃത്തവും അതോടൊപ്പം തന്നെ നാടകവും അടങ്ങിയ വലിയൊരു കലാഹൃദയമുള്ളൊരു നാടാണ് അന്നമനട. ആ അന്നമനടയുടെ കലാപാരമ്പര്യം നിലനിർത്തുന്നതിന് നിരവധിയായ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് നടപ്പാക്കുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഗ്രാമദർശനം എന്ന് പറയുന്ന ഒരു മാസിക ജനകീയാസൂത്രണത്തിൻ്റെ കാലഘട്ടത്തിൽ ആരംഭിച്ച് 25 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച് കുറച്ചു കാലം പ്രവർത്തിച്ച ആ ത്രൈമാസികയായി കഴിഞ്ഞ ദിവസമാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ കുട്ടികൾക്ക് എഴുതാനും അതോടൊപ്പം തന്നെ അവരുടെ സാഹിത്യവാസനകളും എഴുതാനും വരയ്ക്കാനും കഴിയുന്ന കുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്ന ആളുകൾക്കടക്കം അതിൽ അവസരം കൊടുത്തുകൊണ്ടുള്ള പ്രവർത്തനം കഴിഞ്ഞ ദിവസങ്ങളിലാണ് നമ്മൾ ആരംഭിച്ചുള്ളത്. അതോടൊപ്പം തന്നെ ആ ഗ്രാമദർശനം മാസികയുടെ ഭാഗമായി അതിനെ നമുക്ക് എല്ലാ മാസവും സാംസ്കാരിക രംഗത്തും കലാരംഗത്തും ഇടപെടാൻ കഴിയുന്ന ഒരു പ്ലാറ്റ്ഫോമായി അതിനെ ഉയർത്തിക്കൊണ്ടുവരണം എന്നുള്ളതാണ് പഞ്ചായത്ത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു കലാ സാംസ്കാരിക പൈതൃകമുള്ള ഒരു നാട്ടിൽ, ആ നാട്ടിൽ അന്നമനട പഞ്ചായത്തിനകത്ത് ഇതുപോലെ പാഠ്യരംഗത്തും പാഠ്യേതര രംഗത്തും ഏറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ NUP സ്കൂളിൽ ഒരു പഞ്ചവാദ്യ ടീം ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ്. ഇതിനെ ഈ സ്കൂളിനെ തിരഞ്ഞെടുക്കുകയും കുട്ടികൾ മുന്നോട്ട് വരികയും അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും അതിനുവേണ്ട സപ്പോർട്ടും എല്ലാ ഭൗതിക സാഹചര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന
ഇതിൻ്റെ മാനേജ്മെൻറ്റ് കമ്മിറ്റി, ദിനേശ് ചേട്ടൻ അടക്കമുള്ള മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കും ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന അധ്യാപകർക്കും PTA കമ്മിറ്റിക്കും ഇതിനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷനും അന്നമനട ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് ഇനിയും ഈ പഞ്ചവാദ്യ രംഗത്ത് ഇത് കൂടുതൽ ജനകീയമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഇനിയും നടത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നതോടൊപ്പം പഞ്ചായത്തിലൊരു മീറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരത്തെ വന്നതാണ്. അപ്പോൾ എന്നെയും ഞങ്ങളുടെ പ്രിയ മെമ്പർ കൃഷ്ണകുമാറിനെയും പോകാൻ അനുവദിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അഭിവാദ്യങ്ങളും രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ശ്രീ PV വിനോദ് അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കാൻ ശ്രീ അന്നമനട KP മുരളീധര മാരാർ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥി ശ്രീ PN സമ്പത് കുമാർ, അദ്ദേഹം കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലെ AGM ആണ്. അദ്ദേഹത്തെ ഞാൻ വേദിയിൽ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. ഈ പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ ഈ പത്മഭൂഷൺ എന്ന ബഹുമതി തന്നെ പത്മശ്രീയേക്കാളും ഒരുപടി മേളിലുള്ളതാണ്. സാധാരണ മേള കലാകാരന്മാർക്ക് പത്മഭൂഷൺ കിട്ടിയതായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കുഴൂർ നാരായണ മാരാരുടെ കേസിലാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ തന്നെ ആദ്യമായിട്ട് ഈ ഒരു പ്രപ്പോസലുമായിട്ട് കപ്പൽശാലയിലെ ഇതിൻ്റെ സർ ശരി അപ്പോൾ ഇതിൻ്റെ അധികാരികൾ കപ്പൽശാലയെ ബന്ധപ്പെട്ടപ്പോൾ ആദ്യമായിട്ട് അവർ ബന്ധപ്പെട്ടത് ഞങ്ങളുടെ ബഹുമാന്യനായിട്ടുള്ള ചെയർമാൻ മധു S. നായരെയാണ്. അപ്പോൾ അദ്ദേഹമാണ് ഈ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ്റെ ഈ പരിപാടികളെ കുറിച്ചിട്ട് CSR കപ്പൽശാലയിലെ CSR സെല്ലിനെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഞങ്ങളുടെ ചെയർമാൻ തന്നെയാണ് വാസ്തവത്തിൽ. അങ്ങനെയാണ് അതിൻ്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് പിന്നീട് ഈ നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ പഞ്ചായത്ത് അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ കപ്പൽശാല ഇതുപോലെ ഉള്ള കലാ ഈ മേഖലയിൽ CSR ഒക്കെ ചെയ്യുമ്പോൾ സാധാരണ ഇതിൽ അംഗനവാടികൾക്കൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു അദ്ദേഹം. അപ്പോൾ വാസ്തവത്തിൽ ഈ ഒരു പ്രശ്നം ഞങ്ങൾക്കുണ്ടായിരുന്നു ആരംഭ കാലഘട്ടത്തിൽ. പിന്നീട് ഇതിനകത്തൊരു സാധ്യത, ഈ ഒരു കൾച്ചർ മേഖലയിൽ നമുക്ക് ഇടപെടാനുള്ള സാധ്യത കണ്ടെത്തി. അതിന് ഇപ്പോൾ എൻ്റെ കൂടെ ശശീന്ദ്രദാസ് സാർ വന്നിട്ടുണ്ട്, യൂസഫ് ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ആലോചിച്ച് ഇതിനെങ്ങനെ ചെയ്യാം, ഇതിനെങ്ങനെ CSR-നകത്ത് ഉൾപ്പെടുത്തി ചെയ്യാൻ പറ്റും എന്ന് ഞങ്ങൾ ആലോചിച്ച് എടുത്തിട്ടുള്ള അപ്പോൾ ഞങ്ങൾ ഈ CSR-ലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ചില ട്യൂണിംഗ് ഒക്കെ ചെയ്തു അതിനകത്ത്. അപ്പോൾ എന്താവട്ടെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് ഇതിങ്ങനെ ആക്കിയെടുത്തത്. അപ്പോൾ കലാ സാംസ്കാരിക രംഗങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ തക്കവണ്ണമുള്ള പരിപാടികൾ CSR-നകത്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട അന്നമനട പഞ്ചായത്ത് പ്രസിഡന്റിനും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സാധാരണക്കാരിലേക്ക് എന്താ പറയുക ക്ലാസിക്കൽ കലകളെ എത്തിക്കാൻ വേണ്ടിയുള്ള പ്രയത്നത്തിൽ ഞങ്ങളെ സമീപിക്കാം. ഞങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യും. ഈ കോർപ്പറേറ്റുകളുടെ CSR എന്ന് പറയുന്നത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നാണ്. ഈ കോർപ്പറേറ്റുകളുടെ ഒരു സഹകരണം അത് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോൾ കപ്പൽശാല തുടങ്ങിയതൊന്നുമല്ല. ഇപ്പോൾ കഥകളി ഏതാണ്ട് കുഴപ്പം പിടിച്ചൊരു കാലഘട്ടത്തിലാണല്ലോ നമ്മുടെ മഹാകവി ഇടപെട്ട് കഥകളിക്ക് കലാമണ്ഡലം ഉണ്ടായി. പിന്നീട് FACT നമുക്കെല്ലാവർക്കും അറിയാം, MK നായരുടെ ഉത്സാഹത്തിലാണ് FACTയുടെ സ്വന്തം കഥകളി ക്ലബ് ഉണ്ടായതും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഹൈദരാലിയെ പോലെയുള്ള പത്മനാഭനെ പോലെയുള്ള കലാകാരന്മാരൊക്കെ അവിടെ ആ കളരിയിൽ കളിച്ചിട്ടുള്ളവരാണ്, പാടിയിട്ടുള്ളവരാണ്. പിന്നീട് കോട്ടക്കൽ, അപ്പോൾ കോട്ടക്കൽ കഥകളി അവരുമുണ്ട്. അപ്പോൾ കോർപ്പറേറ്റുകൾ പല രീതിയിലും ഈ കലാരൂപങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അതിൻ്റെ ചെറിയ എളിയ ഭാഗമായിട്ട് മാത്രം CSR കൊച്ചിൻ ഷിപ്പ്യാർഡ് CSR നിങ്ങൾ കണ്ടാൽ മതി.
ഇപ്പോൾ തിരുമേനി കാലം നിരത്തി തുടങ്ങിയതായിരുന്നു. അപ്പോൾ ഈ വാസ്തവത്തിൽ ഞാൻ തൃപ്പൂണിത്തുറക്കാരനാണ്, വാസ്തവത്തിൽ ഞാൻ തൃശ്ശൂർക്കാരനാണ്, തൃപ്പൂണിത്തുറയാണ് താമസിക്കുന്നത്. അപ്പോൾ ഈ പഞ്ചവാദ്യം ശരിക്കും പറഞ്ഞാൽ രസം പിടിച്ച് വന്നതായിരുന്നു. അതിനിടയ്ക്ക് ഒരു മീറ്റിംഗ് കയറി വന്നു, എനിക്ക് ചെറിയൊരു രസക്കേടാണ് തോന്നിയത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഈ 56ൻ്റെ കണക്കൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ, നല്ല പഞ്ചവാദ്യം കേട്ടാൽ അവിടെ നിൽക്കും. അതാ തൃശ്ശൂർക്കാരൻ്റെ ഒരു മനസ്സ്. നല്ല പഞ്ചവാദ്യം കേട്ട് ശീലമുണ്ട്. നമ്മുടെ കുഴൂർ മാരാരുടെ നേരിട്ട് കണ്ടിട്ട് അദ്ദേഹത്തിന് തിമില കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു കേൾവി ജ്ഞാനം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അറിഞ്ഞുകൂടാ, കണക്കുകളെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം, നമ്മൾ മേളവും പഞ്ചവാദ്യവും തമ്മിലുള്ള തിരുമേനി നന്നായിട്ട് എന്താ പറയുക സുന്ദരമായിട്ട് പറയണ്ടായി. ഈ പഞ്ചവാദ്യത്തിൽ വരുന്നത് കുറച്ച് തായമ്പകയുടെയും അങ്ങനെ എന്തോ പറഞ്ഞു അദ്ദേഹം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത്, നമ്മളൊരു മേളം കേൾക്കുക എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു മേളം ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള, അതായത് ഒരു ഇൻഡിവിജ്വൽ എക്സലൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള, മലയാളത്തിൽ എങ്ങനെ പറയാം, ഒരു വ്യക്തി ഓരോ ഇൻസ്ട്രുമെൻ്റ് തനിയെ പെർഫോം ചെയ്ത് കാണിക്കാനുള്ള അവസരം മേളത്തിൽ സാധാരണ പതിവില്ല. പക്ഷെ പഞ്ചവാദ്യത്തിൽ അങ്ങനെ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു ഫുട്ബോൾ മാച്ചും ക്രിക്കറ്റ് മാച്ചും കാണുന്ന പോലെയാണ്. ഫുട്ബോൾ മാച്ചിൽ അങ്ങനെ എല്ലാവരും കൂടെ അങ്ങ് കളിക്കുകയാണ്, 1 മണിക്കൂറോ 90 മിനിറ്റിലങ്ങ് കളിക്കുകയാണ്. അതാണ് മേളം. പഞ്ചവാദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ബോളറുണ്ട്, നല്ല ബാറ്റ്സ്മാനുണ്ട്, എന്താ പറയുക, രാഹുൽ ദ്രാവിഡ് കളിക്കുന്നു. അപ്പോൾ അത് കളി കാണാൻ രസമുണ്ട്, ബോളർ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇൻഡിവിജ്വൽ എക്സലൻസിൻ്റെ ഒരു സാധ്യതയും, പിന്നെ എന്താ പറയുക, കൂടെ ഒരു മേളത്തിൻ്റെ മൊത്തത്തിലൊരു എന്താ പറയുക, ഒരു ആസുരത ഉണ്ടല്ലോ, അതുകൊണ്ട് ഒരു ലാസ്യം. അപ്പോൾ ഇതിൻ്റെ ഒരു ആകത്തുകയാണ് പഞ്ചവാദ്യം. പഞ്ചവാദ്യം എന്ന് പറഞ്ഞൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഓർക്കസ്ട്രയാണ്. അപ്പോൾ ഞാനൊരു കമ്പാരിസന് വേണ്ടി മുതിരുകയല്ല, പഞ്ചവാദ്യത്തിൻ്റെ സൗന്ദര്യം അതിനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതാണ് എൻ്റേതായിട്ടുള്ള ഭാഷയിൽ. വളരെയധികം സന്തോഷമുണ്ട്. പെൺകുട്ടികൾ പോലും പഞ്ചവാദ്യം പരിശീലിക്കുന്നു എന്ന് കേട്ടതിലും വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ ഇമേജസ്, ഫോട്ടോസ് ഞാൻ കാണുന്നുണ്ടായി. വളരെ നല്ല ഒരു ഗ്രാമത്തിൽ ഈ കലാകാരന്മാർ പരിശീലിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചവാദ്യത്തെക്കുറിച്ച് പറയാനറിയാവുന്ന, എനിക്ക് ഇതുവരെയും ആരും പഞ്ചവാദ്യം പറഞ്ഞു തന്നിട്ടില്ല. അല്ലെങ്കിൽ ഇത് സോദാഹരണ ഒരു പ്രഭാഷണം എന്ന് പറഞ്ഞാൽ വളരെ കൊതിയോടുകൂടിയാണ് വന്നത് ഞാൻ. അപ്പോൾ ഇതിന് പുസ്തകങ്ങളുണ്ട് എന്ന് പോലും എനിക്കറിയില്ല. വാസ്തവത്തിൽ പഞ്ചവാദ്യം ആസ്വദിക്കാൻ ഒരു ആസ്വാദനം എന്നുള്ളതിന്, കലയെ ആസ്വദിക്കുക, അത് പഠിക്കുക, ആസ്വാദനം പഠിക്കാനുള്ളൊരു സാധ്യത തന്നെ വളരെ വലുതാണ്. വാസ്തവത്തിൽ എല്ലാവരും പാട്ടുകാരും വാദ്യക്കാരും ആവേണ്ട കാര്യമൊന്നുമില്ല, ആസ്വാദകരും വേണമല്ലോ. അപ്പോൾ മേളത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മേളത്തിൻ്റെ പഞ്ചവാദ്യത്തിനും കേൾക്കാൻ ആളില്ല എന്നുള്ളൊരു വലിയൊരു പ്രശ്നമാണ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്. 10-150 മേള കലാകാരന്മാർ മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം അവതരിപ്പിക്കുമ്പോൾ അത് കാണാൻ ശുഷ്കമായിട്ട് 10-25 പേരേ ഉള്ളൂ കാണാൻ. അപ്പോൾ അത് വളരെയധികം ദയനീയം. അതായത് അപ്പോൾ ഇവിടെ ഒരു ആസ്വാദനത്തിൻ്റെ, പുതിയ തലമുറയിലുള്ള ആളുകളാവട്ടെ പഴയ തലമുറയിലുള്ള ആളുകട്ടെ, ഇതൊരു ആസ്വാദനത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയുക, അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിൻ്റെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഒന്നുകിൽ യൂട്യൂബ് പോലുള്ള പുതിയ നവമാധ്യമങ്ങളെ ആശ്രയിച്ചുകൊണ്ട് ഇതിനെങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യും, ആർട്ട് അപ്രീസിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ മേഖലകളിലെ പോലെ ഈ നമ്മുടെ ഈ മേളം അല്ലെങ്കിൽ പഞ്ചവാദ്യം പോലുള്ള കലാരൂപങ്ങളെ എങ്ങനെ ആസ്വദിക്കാൻ പറ്റും, അതിൻ്റെ കണക്കുകൾ. അപ്പോൾ തിരുമേനി അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കണക്കുകളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതിൻ്റെ സൗന്ദര്യം എവിടേക്കാണ് കിടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ താളം പിടിക്കണ കാണാം. ഓരോരുത്തരെങ്കിലും മേളത്തിന് അവരെങ്ങനെ ഇത്ര കൃത്യമായിട്ട് താളം പിടിക്കണമെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കാരണം അതവരുടെ മനസ്സിലുണ്ട് ഇത് കണക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റാണ്, കണക്കാണ് മൊത്തം. അപ്പോൾ ഇത്രയും നല്ലൊരു സായാഹ്നം നിങ്ങളുടെ കൂടെയൊക്കെ ചെലവഴിക്കാൻ കിട്ടിയ ഒരവസരം, കപ്പൽ പണിയൊക്കെ മാത്രമല്ല, ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സമൂഹ മനസ്സിലേക്ക് ഇറങ്ങി വരാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ. എന്തെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റി എന്നതിലുള്ള സംതൃപ്തിയും ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഇനിയുള്ള അവസരങ്ങളിൽ ഇതുപോലുള്ള അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കാണാം. അവസരങ്ങൾ ഇവിടെയും
നമ്മുടെ എന്താ പറയുക അങ്കമാലിയിൽ കാലടി എന്താണ് അമ്പലത്തിലാണ് വർഷത്തിൽ ചിങ്ങമാസത്തിലല്ലേ ചിങ്ങം 1 മറ്റേ നല്ലൊരു മേളം പഞ്ചവാദ്യം പതിവുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ആഗസ്റ്റ് 15 നല്ലൊരു പഞ്ചവാദ്യം, ക്ലാസിക്കൽ പഞ്ചവാദ്യം എന്നാണ് പറയണത്. അത് കേട്ട് കഴിഞ്ഞാൽ കറക്റ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീട് തൃപ്പൂണിത്തുറയിലാണ്. തൃപ്പൂണിത്തുറയിൽ ഇവിടെ താമരംകുളങ്ങര അമ്പലത്തിൽ നന്നായിട്ട് കൊട്ടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നല്ല അവസരങ്ങളുണ്ട്. എല്ലാവരും പോയി കാണാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ. കൂടുതൽ ഇതുപോലെയുള്ള അവസരങ്ങൾക്ക് ഞങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അതിനോട് സഹകരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നന്ദി. അടുത്തതായി കൊച്ചിൻ കപ്പൽ നിർമ്മാണശാലയുടെ CSR ഫണ്ടിൽ നിന്ന് ലഭിച്ച തുക ഉപയോഗിച്ച് വാങ്ങിയ വാദ്യോപകരണങ്ങൾ ഔപചാരികമായി കൈമാറുന്നത് ശ്രീ PN സമ്പത് കുമാർ, AGM കൊച്ചി കപ്പൽ നിർമ്മാണശാല. സ്വീകരിക്കുന്നത് ജനറൽ സെക്രട്ടറി ശ്രീ MNS നായർ, പത്മഭൂഷൺ കുഴൂർ നാരായണ മാരാർ ഫൗണ്ടേഷൻ. ശ്രീ സമ്പത് കുമാർ അദ്ദേഹത്തെ പൊന്നാടി അണിയിക്കാൻ ശ്രീ TI മോഹൻദാസ് അവർകളെ ക്ഷണിക്കുന്നു. ആശംസകൾക്കായി ശ്രീ ശശീന്ദ്രദാസ് അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റു നാട്ടുകാരെ, കലാപ്രേമികളെ, ഏറെ ഉപരി എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, എനിക്കറിയാം എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളെയാണ്. കാരണം ഇവർ കുറച്ച് നേരം ഇവിടെ ക്ഷമിച്ചിരിക്കണം. ഇവർ സംസാരം തുടങ്ങി ആകെ ലഹളമായാണ് ഇവിടെ മുമ്പിലുള്ള ഗ്രൂപ്പുകൾ. എനിക്ക് നിങ്ങളുടെ അടുത്ത് തന്നെ പറയാനുള്ളത്, വേറെ ആരുടെ അടുത്ത് ഞാൻ സംസാരിക്കുന്നില്ല. കാരണം സാറ് CSRനെ പറ്റി പറഞ്ഞു. ഏറ്റവും ഫസ്റ്റ് അഭിനന്ദിക്കാനുള്ളത്, ഞങ്ങൾ ഫണ്ട് കൊടുത്തു, ഓക്കെ, പക്ഷെ അതിനു വേണ്ടി പ്രയത്നിച്ച മെയിനായിട്ടുള്ള നമ്മുടെ മേനോൻ സാറ് ഞാൻ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ അടുത്തൊരു 3-4 തവണയെങ്കിലും വന്നിട്ടുണ്ടായിരിക്കും. സാറ് ഈ ഏജിലും ഈ വയസ്സിലും ഇത്രയും ഉശിരോടുകൂടെ, ഇത്രയും ഇൻട്രസ്റ്റോടുകൂടെ ഈ ഒരു പ്രൊജക്റ്റ് ഈ നാട്ടുകാർക്ക്, ഞാനും സമ്പത് കുമാർ സാറൊക്കെ ഞങ്ങൾ തൃശ്ശൂർക്കാർ തന്നെയാണ്, പക്ഷേ ജോലി ഇതൊക്കെ ആയിട്ട് കൊച്ചിയിലേക്ക് മാറിയെന്ന് മാത്രം. ഞങ്ങൾക്ക് ഇതിനോട് ഞാൻ ഇപ്പോൾ അന്നമനട എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് വരുന്നത്, ഞാൻ തൃശ്ശൂർ കുറുക്കഞ്ചേരിയാണ് സ്വദേശം. അന്നമനട പരമേശ്വരന്മാരെന്ന് പറഞ്ഞാൽ അറിയാം. അങ്ങനെ ഓരോരുത്തരും കുഴൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബ്ലഡിൻ്റെ ഉള്ളിലും മജ്ജയുടെ ഉള്ളിലും കയറിയിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് കുട്ടികളോട് മാത്രമാണ് 2 വാക്ക് പറയാനുള്ളത്. CSRനെ പറ്റി എല്ലാം പറഞ്ഞു. അപ്പോൾ സാറിനെ, നായർ സാർ ഉൾപ്പെടുന്ന ടീമിനെയും ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ അഭിനന്ദിക്കുന്നു. കാരണം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി അത്രമാത്രം സാറ് ശ്രമിച്ചിട്ടുണ്ട്. സമ്പത് കുമാർ സാർ പറഞ്ഞ പോലെ ഞങ്ങൾ ഈ പ്രോജക്റ്റ് എങ്ങനെ കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങൾ ചിന്തിച്ചത്. എന്തായാലും പ്രോജക്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ CSRൽ എല്ലാ പ്രൊവിഷൻസും ഉണ്ട്, പല പ്രൊവിഷൻസും ഉണ്ട്. പക്ഷെ ഇതിൽ കൊടുക്കാനുള്ള മേഖല കണ്ടെത്തി ഞങ്ങൾക്കത് തരാൻ സാധിച്ചു. എന്തായാലും ഇത് വളരെ ഫലപ്രദമായിട്ട് തന്നെ ഇവിടെ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കലകൾ ഉണർന്നു കിടക്കുന്ന ഗ്രാമമാണ് ഞങ്ങൾക്കറിയാൻ പറ്റും. എൻ്റെ അതിലത്തെ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ടത് ഇന്നത്തെ നിങ്ങൾ കുട്ടികൾ തന്നെയാണ്. കാരണം ഇവിടെ ആരും പറയാത്തൊരു കാര്യമാണ് ഞാൻ മക്കളുടെ അടുത്ത് പറയണത്. കേൾക്കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രായത്തിലാണ് നിങ്ങൾ ഇത്തരം കലകൾ അഭ്യസിക്കേണ്ടത്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ടൈം പാസിനും നിങ്ങൾക്ക് പഠനം വേണം, പക്ഷേ ഈ കല കൂടെ കൊണ്ട് നടക്കണം. ഈ ഏജിൽ നിങ്ങൾ പഠിച്ച സാധനം നിങ്ങൾക്ക് ഇപ്പോഴല്ല ഉപയോഗിക്കുക. നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ബോറിംഗ് ഒക്കെ വരുമ്പോഴും ചുമ്മാ വെറുതെ ഇരിക്കുമ്പോഴും അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ചെണ്ട കൊട്ടാം, ടൈം പാസ്സായിട്ട് ഇങ്ങനെയുള്ള മേളകളിൽ പങ്കെടുക്കാം, പഞ്ചവാദ്യത്തിൽ ഉണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ കഴിവുകൾ തെളിയിക്കാം. പക്ഷേ ഈ സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും കാര്യങ്ങൾ. അപ്പോൾ ഈ അവസരം മുതലാക്കുക. കേട്ടില്ലേ? നിങ്ങൾ സംസാരിച്ചിരുന്നോ? ഈ അവസരം മുതലാക്കിക്കൊണ്ട് ഇതിനാരെങ്കിലും ചേർന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇവർ നടത്തുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമുകളിലെല്ലാം പങ്കെടുത്തുകൊണ്ട് ഈ കല അഭ്യസിക്കുക. എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരില്ല, നിങ്ങൾക്ക് നല്ലത് തന്നെ വരുള്ളൂ. അപ്പം എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീ ശശീന്ദ്രദാസ് അവർകളെ പൊന്നാടി അണിയിക്കാൻ ശ്രീ I ശശീന്ദ്രനെ ക്ഷണിക്കുന്നു. അടുത്തതായി ആശംസയ്ക്കായി ശ്രീ ദിനേശ് കുമാർ അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിലുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. വലിയൊരു ആശംസാ പ്രസംഗത്തിലുള്ള ഒരു സമയമല്ല ഇത്.
കാരണം നമ്മുടെ കൊച്ചുമക്കളെല്ലാം കാത്തിരിക്കുന്നത് തിരുമേനിയുടെ ഗംഭീരമായിട്ടുള്ള ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഒന്ന് ബ്രേക്ക് വന്നിരിക്കുകയാണ്. ഇത് കഴിഞ്ഞും നമ്മുടെ തൊട്ടടുത്തുള്ള സ്കൂളിലെ കുട്ടികൾ മുരളീധരമാരുടെ നേതൃത്വത്തിൽ നമ്മുടെ ഈ സ്കൂൾ ഗ്രൗണ്ടിൽ മനോഹരമായിട്ടുള്ള ഒരു ചിട്ടപ്പെടുത്തിയ ഒരു പഞ്ചവാദ്യം അരങ്ങേറ്റം കുറിക്കും. അതിനൊക്കെ തന്നെയാണ് നമ്മൾ നാട്ടുകാർ ഇവിടെ ഒത്തുചേർന്നിരിക്കുന്നത്. എന്തായാലും NUPSനെ സംബന്ധിച്ച് ഒരു കാര്യം പറയാതിരിക്കാൻ സാധിക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ സ്കൂളിനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു മുഹൂർത്തമാണിത്. കാരണം 2021 വാദ്യോപാസനത്തിൻ്റെ 2ാമത് പ്രോഗ്രാം ഇവിടെ നടത്താൻ തിരഞ്ഞെടുത്ത ഇതിൻ്റെ മുഴുവൻ ഭാരവാഹികൾക്കും NUPSന്റെ പേരിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. അതിലും ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സന്തോഷകരമായൊരു കാര്യം, ഈ പുണ്യദിനത്തിൽ കുടൂർ നാരായണമാരാർ ഫൗണ്ടേഷന്റെ 2ാമത് പ്രോഗ്രാം നടക്കുന്ന ഈ ദിവസം തന്നെ തിമലകിൽ ഞങ്ങളുടെ ഈ സ്കൂളിലെ കൊച്ചുമക്കൾ 15 ആൺകുട്ടികളും 7 പെൺകുട്ടികളും ഇത്തരത്തിലുള്ള പഞ്ചവാദ്യത്തിൽ അല്ലെങ്കിൽ തിമലകിൽ പ്രശസ്തനായ അന്നമനട മുരളീധരന്മാരുടെ കീഴിൽ അരങ്ങേറ്റം കുറിക്കാൻ സാധിച്ചു എന്നുള്ളതും NUPSനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. ഇതിനു മുമ്പ് നടന്ന യോഗങ്ങളിലെല്ലാം ഞാൻ MNSനോട് പറഞ്ഞിരുന്നു, ഇതൊരു തിമലകിൽ മാത്രമല്ല, കാരണം NUPS ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള വേദി ഒരുക്കാൻ തയ്യാറായിട്ടാണ്. NUPSന്റെ മാനേജ്മെന്റ്, PTA സ്റ്റാഫ്, NUPSനെ സ്നേഹിക്കുന്ന മുഴുവൻ ഈ കൊരട്ടി പ്രദേശത്തെ നിവാസികളെ എല്ലാവരും. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും NUPSനെ നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിലെ സദസ്സിലിരിക്കുന്ന എല്ലാ ബഹുമാന്യരെയും, ഇന്നത്തെ ഈ യോഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട MLA ശ്രീ സുനിൽകുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ PV വിനോദ്, കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ AGM ആയിട്ടുള്ള ശ്രീ സമ്പത്ത് കുമാർ, ശ്രീ ശശീന്ദ്രദാസ്, ബാക്കി എല്ലാവർക്കും ഈ കുടൂർ നാരായണമാരാർ ഫൗണ്ടേഷൻ്റെ പേരിലും നാട്ടുകാരുടെ പേരിലും പ്രത്യേകം നന്ദി പറയുന്നു. യോഗ നടപടികൾ ഇപ്പോൾ അവസാനിക്കുകയാണ്. തുടർന്ന് സോദാഹരണ പ്രഭാഷണവും അതിനുശേഷമുള്ള പഞ്ചവാദ്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് യോഗ നടപടികൾ അവസാനിക്കുന്നു.